പ്രിയമുള്ളവരെ, വചനജ്വാല 1768 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 4 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവിന്റെ മഹത്വം മടങ്ങി വരുന്നു. പിന്നീട് അവൻ എന്നെ കിഴക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുവന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അതാ കിഴക്ക് നിന്ന് വരുന്നു. അവിടുത്തെ ആഗമനത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയായിരുന്നു. ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. നഗരം നശിപ്പിക്കാൻ അവിടുന്ന് വന്നപ്പോൾ എനിക്കുണ്ടായ ദർശനവും കേബാർ തീരത്ത് വെച്ച് എനിക്കുണ്ടായ ദർശനവും പോലെ തന്നെയായിരുന്നു ഇപ്പോഴത്തേതും. ഞാൻ കമഴ്ന്നു വീണു. കർത്താവിന്റെ മഹത്വം കിഴക്കേ പടിപ്പുരയുടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ആത്മാവ് എന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. അതാ ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ മനുഷ്യൻ അപ്പോഴും എന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ദേവാലയത്തിനകത്ത് നിന്ന് ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് ഇപ്രകാരമായിരുന്നു: മനുഷ്യപുത്ര, എന്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ്. ഇസ്രായേൽ ഭവനം അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വ്യഭിചാരം കൊണ്ടും രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ കൊണ്ടും എന്റെ പരിശുദ്ധ നാമം മേലിൽ അശുദ്ധമാക്കുകയില്ല. അവർ തങ്ങളുടെ ഉമ്മറപ്പടികളിലും വാതിൽപ്പടികളിലും എന്റെ ഉമ്മറപ്പടികൾക്കും വാതിൽപ്പടികൾക്കും അരികിൽ സ്ഥാപിച്ചു. അവർക്കും എനിക്കും ഇടയിൽ ഒരു ഭിത്തി മാത്രമേയുള്ളൂ. തങ്ങളുടെ മ്ലേച്ഛതകൾ വഴി എന്റെ പരിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ അവരെ എന്റെ കോപത്തിൽ നശിപ്പിച്ചു. അവർ തങ്ങളുടെ അവിശ്വസ്തതയും രാജാക്കന്മാരുടെ മൃതശരീരങ്ങളും എന്നിൽ നിന്നും ദൂരെ മാറ്റട്ടെ. അപ്പോൾ ഞാൻ അവരുടെ മധ്യേ എന്നെന്നും വസിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം തങ്ങളുടെ അകൃത്യങ്ങളെപ്പറ്റി ലജ്ജിക്കേണ്ടതിന് ദേവാലയവും അതിന്റെ അളവും രൂപവും നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക. തങ്ങൾ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെപ്പറ്റിയും അവർ ലജ്ജിക്കുകയാണെങ്കിൽ ദേവാലയവും അതിന്റെ സംവിധാനവും പുറത്തേക്കും അകത്തേക്കുമുള്ള മാർഗങ്ങളും അതിന്റെ പൂർണ്ണ രൂപവും കാണിച്ചു കൊടുക്കുക. അതിന്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അവരെ അറിയിക്കുക. ഈ നിയമങ്ങളും ചട്ടങ്ങളും അവർ പാലിക്കേണ്ടതിന് അവർ കാണെ അവ എഴുതി വെക്കുക. ദേവാലയത്തിന്റെ നിയമം ഇതാണ്: മലമുകളിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും. ഇതാണ് ദേവാലയത്തിന്റെ നിയമം. ബലിപീഠത്തിന്റെ അളവുകൾ മുഴം കണക്കിന്, ഒരു സാധാരണ മുഴവും കൈപ്പത്തിയും ചേർന്നത്. ഇവയാണ്: അതിന്റെ അടിത്തറയ്ക്ക് 1 മുഴം കനവും 1 മുഴം വീതിയും. അതിന്റെ വക്ക് 1 ചാൺ തള്ളി നിൽക്കണം. ബലിപീഠത്തിന്റെ ഉയരം ഇതാണ്: അടിത്തറ മുതൽ അടിത്തട്ട് വരെ 2 മുഴം ഉയരവും 1 മുഴം വീതിയും. അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ 4 മുഴം വീതിയും. ബലിപീഠത്തിന്റെ അടുപ്പിന് 4 മുഴം ഉയരം. അതിന്മേൽ ഓരോ മുഴം ഉയരത്തിൽ തള്ളി നിൽക്കുന്ന 4 കൊമ്പുകൾ. 12 മുഴം നീളവും 12 മുഴം വീതിയുമുള്ള
സമചതുരമായിരിക്കും അടുപ്പ്. 14 മുഴം നീളവും 14 മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം ബലിപീഠത്തട്ട്. ചുറ്റുമുള്ളവയ്ക്ക് അരമുഴവും ചുവട് ചുറ്റും 1 മുഴവും വീതിയിലായിരിക്കണം. ബലിപീഠത്തിന്റെ പടികൾ കിഴക്കോട്ട് ദർശനമായിരിക്കണം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ബലിപീഠത്തെ സംബന്ധിച്ച നിയമങ്ങൾ ഇവയാണ്. ദഹനബലിക്കും രക്തം തളിക്കലിനും വേണ്ടി ഇത് സ്ഥാപിക്കപ്പെടുന്ന ദിവസം എന്നെ ശുശ്രൂഷിക്കാൻ സമീപിക്കുന്ന സാദോക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ലേവ്യ പുരോഹിതർക്ക് പരിഹാര ബലിയായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ ഉൾറിക്കിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ജർമ്മൻ പ്രഭുവിന്റെ മകനായി ജനനം. ബാല്യത്തിൽ അനാരോഗ്യമായിരുന്നുവെങ്കിലും ജീവിതക്രമവും മിതത്വവും ദീർഘായുഷ്മാനാക്കി. വിദ്യാഭ്യാസത്തിന് ശേഷം വൈദികനായി 31-ാം വയസ്സിൽ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ആത്മീയ കാര്യങ്ങൾക്കൊപ്പം ലൗകികാവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിലും ഉത്സുകനായിരുന്നു ഇദ്ദേഹം. വളരെ നേരത്തെ എഴുന്നേറ്റ് കാനോന നമസ്കാരവും സ്വന്തമായ പ്രാർത്ഥനകളും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കും ശേഷം പള്ളിയിൽ പോയി എല്ലാ പ്രാർത്ഥനകൾക്കും ശേഷം ആശുപത്രിയിൽ പോയി രോഗികളെ ശുശ്രൂഷിക്കുകയും ദിനം പ്രതി 12 പേരുടെ പാദങ്ങൾ കഴുകുകയും ചെയ്തിരുന്നു. സമൃദ്ധമായി ധർമ്മം നൽകുകയും രാത്രി സമയത്ത് അല്പം മാത്രം ഭക്ഷണവുമാണ് കഴിച്ചിരുന്നത്. ഓരോ വർഷവും രൂപത മുഴുവൻ സന്ദർശനം നടത്തിയിരുന്നു. 50 കൊല്ലം രൂപത ഭരിച്ചതിന് ശേഷം 80-ാം വയസ്സിൽ ജൂലൈ 4-നാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ പോർച്ചുഗലിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞിയെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. പോർച്ചുഗലിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞിയുടെയും മെത്രാനായിരുന്ന വിശുദ്ധ ഉൾറിക്കിന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.